തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിനായി ഒരുങ്ങി നഗരം. രാത്രി 7:30 ആദ്യം തിരുവമ്പാടിയും തുടർന്ന് പാറമേക്കാവും വെടിക്കെട്ടിന് തിരികൊളുത്തും. വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു. എബി, പൂരക്കാഴ്ചകൾക്കായി കാത്തിരിക്കുകയാണ് കേരളാവിഷൻ പ്രേക്ഷകർ. ഞങ്ങളെല്ലാവരും എങ്ങനെയാണ് പൂരനഗരി ഒരുങ്ങുന്നത്? ഇന്ന് സാമ്പിൾ വെടിക്കെട്ടിന്റെ ദിനമാണ്. എന്തൊക്കെയാണ് ഈ കാത്തിരിപ്പിൽ നമ്മൾ കാഴ്ചകൾ പ്രതീക്ഷിക്കുന്നത്? ഫിജി, ഏതായാലും പൂരത്തിന്റെ ആവേശം അത് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തന്നെ തൃശ്ശൂർ ആ ഒരു പൂരത്തിന്റെ ആവേശത്തിൽ തന്നെയാണ്. എന്തായാലും ഇന്നിപ്പോൾ സാമ്പിൾ വെടിക്കെട്ടിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. സാമ്പിൾ വെടിക്കെട്ട് നമ്മൾ പറയുന്നത് പോലെ വെറും ഒരു സാമ്പിൾ മാത്രമായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം വെച്ചിട്ട്. അതെന്തായാലും ആ ഒരു പൂരത്തിന്റെ മുഴുവൻ നിറപ്പകിട്ട് നമുക്ക് സാമ്പിൾ വെടിക്കെട്ടിൽ കാണാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും 7 മണിയോടുകൂടി ആ ഒരു അത്ഭുതത്തിന് അല്ലെങ്കിൽ അത്രയും നാൾ നമ്മൾ അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷയ്ക്ക് അതിന്റെ ഒരു അവസാനമാവുകയാണ്. ആ ഒരു എന്തായിരിക്കും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് പൂരനഗരിയിൽ ഈ സാമ്പിൾ വെടിക്കെട്ടിൽ എന്നതിന് അതിന് ഒരു പരിസമാപ്തിയാകും. എന്തായാലും ആദ്യം പാറമേക്കാവ് വിഭാഗം വൈകുന്നേരം 7 മണിയോടുകൂടി വെടിക്കെട്ട് ആരംഭിക്കും. ഈ സാമ്പിൾ വെടിക്കെട്ട് പാറമേക്കാവാണ് ആദ്യം ഈ സാമ്പിളിന് തിരികൊളുത്തുക. അതിനുശേഷം തിരുവമ്പാടി വിഭാഗത്തിന്റെ ഊഴമാണ്. അവർ അതിലും വിസ്മയങ്ങൾ തീർക്കും. എന്തായാലും എന്നോടൊപ്പം ഉണ്ട്, കാളിദാസ് ഉണ്ട്. ഈ പൂരത്തിന്റെ മുഴുവൻ വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനായി ഭദ്ര നമ്മളിവിടെ വന്ന സമയം മുതൽ തന്നെ ഇതിന്റെ ഒരു ആവേശത്തിൽ പൂരം അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി തന്നെ ഇതിന്റെ ഒരു ആവേശത്തിലാണ് തൃശ്ശൂർ ഉള്ളത്. പ്രത്യേകിച്ച് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു വികാരമായിട്ടുണ്ടാകും. എന്തായാലും ഇവിടെ വന്നതിന് ശേഷം കണ്ടിട്ടുള്ള പൂരത്തിന്റെ വിശേഷങ്ങൾ, ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഈ വെടിക്കെട്ട് സാമ്പിൾ വെടിക്കെട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് ഈ കെട്ടിടത്തിന്റെ മുകളിലെല്ലാം തന്നെ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ അവരുടെ വിശേഷങ്ങളൊപ്പം തന്നെ കാളിദാസ് ഉണ്ട് നമ്മോടൊപ്പം. കാളിദാസ്, പൂരത്തിന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, ആദ്യം എന്ന് പറയുമ്പോൾ എന്റെ ഒരു റിപ്പോർട്ടിംഗ് അനുഭവത്തിൽ എനിക്ക് ആദ്യത്തെ പൂരമാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലമാണ് ആദ്യമായിട്ട് പൂരത്തിന് വരുന്നത്. പക്ഷെ ഇതൊരു പുത്തൻ അനുഭവം. കാരണം സാമ്പിൾ വെടിക്കെട്ടിന് തന്നെ ഇത്രയും ജനക്കൂട്ടമാണെങ്കിൽ നമുക്കൊന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ കൊല്ലവും നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ. അതെ അതെ, നിറഞ്ഞു നിൽക്കുക. നമുക്ക് ഇവിടുന്ന് തന്നെ പല കെട്ടിടങ്ങളുടെ മുകളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. എല്ലായിടത്തും ഇതേപോലെ നിറഞ്ഞു നിൽക്കുന്ന പ്രേക്ഷകരും. കാരണം ഇത് ഓരോ കൊല്ലവും ഇത് വരാൻ വേണ്ടി, മേടത്തിലെ പൂരം വരാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനു മുമ്പ് സാമ്പിൾ വെടിക്കെട്ട് തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ്. മാത്രമല്ല ഇപ്പൊ ഇത്തവണ കുറെ പുതിയ വെടിക്കെട്ടുകളുണ്ട്. പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, ഗഗന്യാനൊക്കെ ഉണ്ട്. വെടിക്കെട്ട് എന്ന് പറയുന്നത് പൂരം, അതൊരു സാമ്പിൾ വെടിക്കെട്ട് എന്ന് പറയുന്നത് സാമ്പിൾ മാത്രമായിരിക്കില്ല, ഒരുപാട് വിസ്മയങ്ങളുണ്ട്. അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഈ ഇത്രയും നേരത്തെ ആളുകൾ ഇവിടേക്ക് കയറി. അത് അല്പസമയം മുമ്പ് നല്ല വലിയ രീതിയിലുള്ള വെയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷ എല്ലാവരുടെയും അടുത്തുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് കൂടി. അതെ, തീർച്ചയായിട്ടും എബി. ഇവിടെ കുറച്ച് ചേച്ചിമാർ ഇരിക്കുന്നുണ്ട്, നമുക്ക് അവരുടെ അടുത്തേക്ക് തന്നെ ആദ്യം പോവാം. ഹായ്, എന്താ പേര്? അഭിജ്ഞ. 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 എവിടെ വീട്? ഞങ്ങളുടെ പാട്രേക്കില്. പാട്രാക്കിൽ തന്നെയാണ്. അപ്പൊ നമ്മുടെ പൂരം പൊടി പൊടിക്കാൻ പോവാണ്. അതെ, എന്തായാലും തവണത്തെ വെടിക്കെട്ട് തകർക്കും. പക്ഷെ കട്ടക്കന്നെയാവും. കട്ടയ്ക്കാവും. കാരണം ഒരാളാണ് ഇപ്രാവശ്യത്തെ വെടിക്കെട്ടുകാരൻ. എനിക്ക് എന്തായാലും എല്ലാരും ഒരേപോലെ നമ്മുടെ പാറമേക്കാവ്, തിരുവമ്പാടി ആരായാലും തവണത്തെ പൂരം തകർക്കും. അത്ര പറയുള്ളൂ, അടിപൊളിയാവും. ചേച്ചി വീട് എവിടെയാ? തന്നെയാണ്, തൃശ്ശൂർ തന്നെയാണ്. ജയശ്രീ. എല്ലാ പ്രാവശ്യം വരാറുണ്ടോ? വരാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിലൊക്കെ എന്തെങ്കിലും വ്യത്യസ്തത ഇപ്രാവശ്യം ഉണ്ടോ? സൗഹാർദ്ദപരമായ വെടിക്കെട്ട് പോലെയാണ് മറ്റേത്. രണ്ട് ലൈസൻസ് കാരണം കൊണ്ട് സൗഹാർദ്ദപരമായിട്ടുള്ള വെടിക്കെട്ടാണ്. ചേച്ചിയുടെ പേരെന്താ? ശരണ്യ. തൃശ്ശൂർ തന്നെ. തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ വികാരം തന്നെയാണ്. ഞങ്ങൾക്ക് കുറച്ച് കൂടുതലുണ്ട്. ഞങ്ങൾ തിരുവമ്പാടി ആശ്രിതരാണ്, അതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ എഫെക്ഷൻ ഉണ്ട് തൃശ്ശൂർ പൂരത്തിനോട്. കൊടിയേറ്റം നടന്ന ആ സമയം മുതൽക്ക് ഇനി തൃശ്ശൂർ പൂരം കഴിഞ്ഞ ആ ഒരു ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ ഇനി അത്ര ആവേശമായിരിക്കും. അതെ അതെ, തീർച്ചയായും. വീട്ടിലെ ഗസ്റ്റ് ഉണ്ട്, പിന്നെ ഇവിടെ ഇങ്ങനെ നടക്കുക, അതാണ് പ്രധാനം. പൂരം ആഘോഷിക്കുക. അതെ 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 അതെ. എൻ്റെ പേര് അശ്വിനി എന്നാണ്. തിരുവമ്പാടി അടുത്ത് തന്നെയാണ് വീട് വരുന്നത്. ഞങ്ങൾ എല്ലാ കൊല്ലവും വെടിക്കെട്ടിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്ത് എന്താ പറയുക അങ്ങനെ പൂരക്കാഴ്ചകൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. സാമ്പിൾ വെടിക്കെട്ടിന്റെ ദിനമാണ്. നമ്മുടെ 3 പ്രതിനിധികൾ
അവിടെയുണ്ട്. 3 4 പേർ പൂരം റിപ്പോർട്ടിങ്ങിനായി അവിടെയുണ്ട്. അനീഷ് ആന്റണി നമ്മുടെ തൃശ്ശൂരിലെ പ്രതിനിധി, ഒപ്പം എബി തോമസ്, ഭദ്രാചന്ദ്രൻ, കാളിദാസൻ, ഇത്രയും പേർ നമുക്ക് അവിടെ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇതൊരു തുടക്കം മാത്രമാണ്. സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങാനിരിക്കുന്നു. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം പോകാം. 7:30 ആരംഭിക്കും എന്നാണ് അറിയിപ്പ് ഉള്ളത്. അതിനുശേഷം 7:30 ശേഷം ഈ ഒരു സാമ്പിൾ വെടിക്കെട്ടിലേക്ക് പോകാൻ നമുക്ക് കഴിഞ്ഞേക്കും. എന്തായാലും തൃശ്ശൂർ പൂരത്തിൻ്റെ എല്ലാ ചടങ്ങുകളും തത്സമയം കേരള വിഷൻ ന്യൂസിലൂടെ പ്രേക്ഷകർക്ക് കാണാം. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സാങ്കേതിക സംവിധാനങ്ങളും കേരള വിഷൻ ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്.